പെരുന്നാൾ ആശംസകൾ ഏവർക്കും നേരുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ പറ്റുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ഡയാന ഹമീദ്. എല്ലാവർക്കും ഈദ് മുബാറക്. ഡയാനയാണ് ഇത്രയും സ്നാക്സ് മേടിച്ച് ഞങ്ങൾ 2 പ്ലേറ്റിലാക്കി വിട്ടത്. അതെ. അപ്പൊ എന്തായാലും ഡയാന, ശരിക്കും ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് 4 മണി പലഹാരങ്ങൾ ഉണ്ടാവും. 4 മണി പലഹാരങ്ങൾ ഉണ്ടായിരിക്കും, രാവിലെ ഭക്ഷണം ഉണ്ടായിരിക്കും. ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കും, ബന്ധുമിത്രാദികളെയൊക്കെ ചെന്ന് കാണും. അപ്പൊ അങ്ങനെ എല്ലാം തട്ടിയിട്ട് രാത്രി വന്ന് നിൽക്കുകയാണ് അടുത്ത സ്നാക്സിന് വേണ്ടി അല്ലേ? ഇത് ഷെയർ ചെയ്യാം എല്ലാവരും. ബാക്കി പറയും. നമ്മളെല്ലാവരും പരമപ്രധാനമായിട്ടും മാൻഡേറ്ററി ആയിട്ടും റംസാൻ മാസത്തില് 30 ദിവസം നോയമ്പ് എടുക്കണം. ഈ റംസാൻ മാസം 30 ദിവസം കഴിഞ്ഞതിന് ശേഷം ഷവ്വാൽ മാസമാണ്. ഷവ്വാൽ പിറ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എടാ, ഇത് നമുക്ക് സ്നാക്സ് ഇത്ര ഐറ്റംസ് വേണം എന്നുണ്ടോ? അതോ അങ്ങനെയൊന്നുമില്ല? അങ്ങനെയല്ല, അത് ഓരോ നാട്ടിനനുസരിച്ചാണ്. നമ്മൾ ഇപ്പം നോയമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ പറയത്തില്ല ഒത്തിരി സ്നാക്സ്. എനിക്കൊന്ന് കൂടുതലും വടക്കോട്ടാണ് ഒരുപാട് അവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ നോയമ്പ് കഞ്ഞി ഉണ്ടാക്കും, നല്ല ചുക്കും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല നോയമ്പ് കഞ്ഞി ഉണ്ടാക്കും. എനിക്കൊന്ന് കുറെയൊക്കെ ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ കൂടുതലും വടക്കോട്ടാണ്. ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് ഈ കൂട്ടത്തിലെ ഇതെന്താ ഇതെന്ന് എനിക്ക് കിട്ടിയില്ല. പഴം വെച്ച് പഴം നിറച്ചിട്ടുള്ള ഒരു സാധനമാണ് പഴം നിറച്ചത്. വേറെ പ്രത്യേകത ഉണ്ട്. ഡയാനയുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പെരുന്നാൾ, ആദ്യത്തെ പെരുന്നാൾ. റസൂലെ നിൻകനിവാലെ പാട്ട് കേൾക്കാം. റസൂലേ നിൻകനിവാലെ, റസൂലേ 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 നിൻവരവാലെ, റസൂലേ 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 നിൻകനിവാലെ. പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിന്ദൂതൻ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിന്ദൂതൻ. റസൂലേ നിൻകനിവാലെ, റസൂലേ നിൻവരവാലെ, റസൂലേ നിൻകനിവാലെ, റസൂലേ നിൻവരവാലെ, റസൂലേ 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 നിൻകനിവാലെ, റസൂലേ റസൂലേ. ഈ 4 മണി പലഹാരങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ഓരോ പലഹാരം എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം. എന്റെയോ? ഏറ്റവും ഫേവറേറ്റ് ഉള്ളിവട. എനിക്ക് ഏറ്റവും ഇഷ്ടം പരിപ്പുവട. പക്ഷെ നോയമ്പ് കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാനതാ പറയാൻ വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ നോയമ്പ് കഞ്ഞി. പിന്നെ കോഴിക്കോട് സൈഡിലുള്ള എല്ലാ 4 മണി സമയമാകുമ്പോ അതിന് മാത്രമായിട്ട് പോയി ഇറങ്ങി കഴിക്കുന്ന ഒരു ടീമാണ് ഞാൻ. പെരുന്നാൾ ആഘോഷിക്കുന്ന പറയുമ്പോൾ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കാസർഗോഡുള്ള ചില സാധനങ്ങൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഏത് നോമ്പ് പോയാലും കണ്ടിട്ടില്ല. അതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞോ. കുഞ്ഞുനാൾ മുതലേ കിട്ടണ സാധനം. അതുകൊണ്ട് പെരുന്നാളിന്റെ സമയത്ത് മാക്സിമം നാട്ടിലെത്താൻ നോക്കും. നമ്മൾ ഒരുപാട് നോൺ വെജ് ഫുഡൊക്കെ കഴിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പം. കുറച്ച് ഹെൽത്തി ആയി നമുക്ക് ഇനി കുറച്ച് വെജിറ്റബിൾസ് കഴിച്ചു തുടങ്ങിയാലോ? മുളക് ഉണ്ടെങ്കിൽ ഓക്കെ. മുളകിനോട് സംസാരിക്കണോ? സംസാരിക്കാൻ പറ്റുമോ? കാണാനേ. അപ്പൊ സംസാരിക്കുന്ന കുറച്ച് പച്ചക്കറികളാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. മുളക് മാത്രമല്ല, ടൊമാറ്റോയും പൊട്ടറ്റോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നല്ല ബന്ധം മുളകുമായിട്ട്. ആണോ? മുളകുപാടം ഫിലിംസിന്റെ പുലിമുരുകയിൽ അഭിനയിച്ചിട്ടുണ്ട്. പച്ചക്കറികൾ സംസാരിക്കുന്ന കണ്ടാലോ? അതെ, കാണാം. അയ്യോ ഈ എരിച്ചില് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും സ്കിച്ചിന് കൗണ്ടർ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ എരിയുന്നതെന്ന്. പക്ഷെ എരിച്ചിലത് തന്നെ. പക്ഷെ എന്റെ കരച്ചിലതല്ല. ലോകത്താദ്യമായിട്ടായിരിക്കും സ്വന്തം മുളകിന്റെ തരി വീണ് ഇങ്ങനെ എരിയുന്നത്. ഈ പച്ചക്കറി തൊട്ടിട്ട് കണ്ണിച്ചോറുള്ള ഒരു പച്ചക്കറിയും ഇല്ലേ എന്റെ ഈ കണ്ണിലെ തരി ഒന്ന് എടുത്തു തരാൻ? അയ്യോ എരിയുന്നേ. വരുന്നു.
ഒരാളെ ഉയിര് പോവാൻ നേരത്താണ് അവളൊരു മ്യൂസിക് ഇട്ട് ബിൽഡപ്പ്. ഒരാള് മരിക്കാൻ പോകുമ്പോ ചില്ലാവാൻ പറയുന്നു. ദാണ്ടെ ഈ കൈ എന്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അടി അടിച്ചാണല്ലേ നീ ചില്ലാവും. ചില്ല് ചില്ലി. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നീ ആരാണ്? ഞാൻ ഈ പച്ചക്കറി തോട്ടത്തിലെ ടൊമാറ്റോയാണോ മാഷേ? ചുമ്മാ അല്ല, വന്നപ്പോ തന്നെ ഒരു ചീന നാറ്റം. എന്റെ തക്കാളി പെണ്ണെ, ഈ കണ്ണിലെ തരി ഒന്ന് എടുത്തു തരുമോ? മുളകിടേണ്ട കണ്ണിലെ തരി ഈ തക്കാളി പെണ്ണ് എടുത്തു തരാം. അടുത്ത് വാ. പിടി എന്റെ തക്കാളി പെണ്ണെ, എന്റെ ജീവൻ എടുത്താ അല്ല എന്റെ ജീവൻ രക്ഷിച്ച ഈ തക്കാളി പെണ്ണിനെ എനിക്കങ്ങ് ഇഷ്ടമായി. ഒരൊറ്റ മ്യൂസിക് ഉണ്ടാ നേരത്തെ എടുത്ത മുളകിന്റെ തരി ഇപ്പോഴും എന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാനെടുത്ത് മറ്റേ കണ്ണിലും കൂടി ഇട്ട് തരട്ടെ? അയ്യോ വേണ്ട വേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ലോജിക്കുള്ള കാര്യമാണോ ഈ പറഞ്ഞത്? ഏതെങ്കിലും മുളക് തക്കാളിയെ കല്യാണം കഴിച്ചായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കല്യാണം കഴിക്കണ്ട, സ്നേഹിച്ചടന്നാ പോരെ. അയ്യോ എനിക്ക് വയ്യേ ജീവിതകാലം മുഴുവൻ നീറി കഴിയാൻ. പച്ചക്കറി തോട്ടത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാ. ഒരാഴ്ച കഴിയുമ്പോ ചീനിയാണോ ഈ തക്കാളിയാണ് വലിയ സൗന്ദര്യ റാണി. അതെ, എന്നെ അങ്ങനെ കളിയാക്കണ്ട. ഈ തക്കാളി ഫ്രിഡ്ജിന്റെ അകത്തിരുന്നാലേ ഞങ്ങളുടെ സൗന്ദര്യം ഒരു മാസം വരെ ഇരിക്കും. അല്ലേ ശ്വേത ചേച്ചി? എടി നീ കൂടുതലങ്ങ് പൊങ്ങല്ലേ. ഇപ്പൊ തക്കാളിയുടെ റേറ്റ് കൂടുതലാ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരമായി തക്കാളിന്റെ വില ഇടിഞ്ഞു വരാ. അപ്പൊ നീ തറയെ കിടക്കും. ഈ മുളകിനെ കളിയാക്കാൻ വന്നാക്കുന്ന എടി, നിന്നെ വെച്ചൊരു തക്കാളി കറി ഉണ്ടാക്കിയ എന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റും ഇല്ല. അതേ കണക്ക് തന്നെ നിന്നെ വെച്ചൊരു സലാഡ് ഉണ്ടാക്കിയല്ലോ, അതിലും എന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതാരും കഴിക്കത്തില്ല. ഇവന്റെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ നീ പച്ച, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നീ ചുമക്കും. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാലോ നീ കറക്കും. അത് കഴിഞ്ഞാലോ ആരെങ്കിലും ചട്ടിയില് കടിക്കിന്റെ കൂടെ ഇട്ട് എടി 100 രൂപയ്ക്ക് പച്ചക്കറി മേടിച്ച പവർ നിറയെ പച്ചക്കറി ഇരുന്നാലും അവസാനം ഒരു പിടി മുളക് എടുത്തിട്ടില്ലെങ്കിൽ കടക്കാർക്ക് ഒരു സമാധാനം ഇല്ല. സന്തോഷത്തിനാണല്ലോ. നേരത്തെ ആ തറ കിടന്ന് ഉരുണ്ട എന്തിനി? നീ കിഴങ്ങ് അല്ല ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് കാണും. എന്തോന്ന് നീ പറഞ്ഞ സാധനം കാണും. എനിക്കിപ്പോ മനസ്സിലായി നീ തറ കിടന്ന് ഉരുണ്ട എന്തിനെന്ന്. എന്താ ഇതേ കണക്ക് ഡയലോഗ് തെറ്റിച്ചിട്ടല്ലേടാ നീ ആടെ കിടന്ന് ഉരുണ്ടത്? ഇത് നല്ല മറുപടിയേ. ഇതാണ്ടേ ഈ പൊതി പറയും. അല്ല ഇതെന്തോന്നൊരു പൊതി? നമ്മളെ ഗ്രൂമർ പറഞ്ഞിട്ടുണ്ട് പഴയ കോമഡി അടിക്കാത്ത പൊതിന്ന് വേണം പറയാൻ. ഓ ആർക്കും വേണ്ടാതിരുന്ന ഉരുളക്കിഴങ്ങിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡ്. എങ്ങനെ ഡിമാൻഡ് ഇല്ലാണ്ടിരിക്കും? കേരളത്തിൽ ഇപ്പൊ നമ്മളല്ല സ്റ്റാർ. അതെങ്ങനെ? കേരളത്തിൽ ബംഗാളികൾ കൂടുതലാ. ബംഗാളിയുടെ ദേശീയ ഭക്ഷണമാണ് ഉരുളക്കിഴങ്ങ്. രാവിലെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ്, ഉച്ചയ്ക്ക് ചോറും ഉരുളക്കിഴങ്ങ്, രാത്രി റൊട്ടിയും ഉരുളക്കിഴങ്ങ്. അത് പോരെ മച്ചാരെ, പൊളിച്ച്. ഇനി മലയാളികളും കൂടെ 3 നേരം എന്നെ ഭക്ഷണമായിട്ട് കഴിച്ചാ ഞാൻ തന്നെ ഇവിടുത്തെ ഒരു രാജാവ്. ഓ രാജാവ്. എന്നാലും നിന്നെ കിഴങ്ങാന്നുള്ള വിളി മാറത്തില്ലല്ലേ? എന്നെ കളിയാക്കൊന്നും വേണ്ട. വിമാനത്തിൽ വരെ എന്നെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. ഓ അതുകൊണ്ടായിരിക്കൂലേ ആ വിമാനത്തിന് എയർ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഞാൻ കൊണ്ട് എന്തൊക്കെയാ ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? പൊട്ടറ്റോ ചിപ്സ്, ഫ്രഞ്ച് ഫ്രൈസ്. ഇവരോടൊക്കെ ചോദിച്ചു നോക്ക്, ഞാനില്ലാണ്ട് ഇവരൊരു ഭക്ഷണം കഴിക്കൂല. എടാ നീ അഖിലേട്ടന്റെ പ്ലേറ്റിലൊന്നും കേറി ഇരിക്കല്ലേ. അതെന്തേ? അഖിലേട്ടൻ ഇവിടെ പറയുന്ന കോമഡി ഫുള്ളും ഗ്യാസ് ആയിട്ടാണ് പോണത്. പക്ഷെ ഇന്നൊരു പ്രത്യേകത ദിവസമാ. അതെന്തോ വെജിറ്റബിൾസ് കോമഡി മാത്രം, നോ നോട്ട് വെജ് കോമഡി. തക്കാളി ഒന്നും ആർക്കും വേണ്ട. നിന്നെ കണ്ട ആർക്കറിയാൻ തക്കാളിയാണോ നെല്ലിക്കയാണോ നാരങ്ങയാണോന്ന്? അതൊക്കെ അങ്ങ് ആന്ധ്രേന്ന് കീടനാശിനി അടിച്ച തക്കാളി നീ കണ്ടിട്ടുണ്ടാ? ഇല്ല. ഇത്ര വലിയ തക്കാളിയാണ്.
അതൊരു വർഷം വരെ ചെയ്യാതിരിക്കും. ആണോ? നോബിച്ചാട്ടിന്റെ കോമഡി പോലെയാണ്, ചെയ്യാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആര് പറഞ്ഞേ? ഇടയ്ക്കൊക്കെ ചീറ്റലുണ്ട്. അതൊക്കെ നമ്മുടെ ഡയാന ചേച്ചി നോക്കിയിരിക്കണത് നല്ല നെല്ലിക്ക പോലെയാ. ആദ്യം പൊളിക്കും, പിന്നെ കഴിക്കും, പിന്നെ നല്ല മധുരായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാ പലപ്പോഴും പല സ്വഭാവം. അതൊക്കെ നമ്മള് ശ്വേത ചേച്ചി. ഹൈറ്റിന്റെ കാര്യത്തില് മുരിങ്ങാക്കോലിന്റെ സൈസ്, സൗന്ദര്യത്തിന്റെ കാര്യത്തില് മറ്റേ ജപ്പാനിലൊരു വില കൂടിയ മാമ്പഴത്തിന്റെ പേരെന്തായിരുന്നു? എടാ അത് നിന്റെ ഡയലോഗാണ്, നീ പഠിച്ചിട്ട് പോലത്തെ സൗന്ദര്യം. പക്ഷെ ഇടയ്ക്കൊക്കെ സ്വഭാവം കൊച്ചുണ്ണീനെ പോലെ. കൊച്ചുണ്ണിയെ പോലെ? കൊച്ചുണ്ണി അല്ല, കൊച്ചുള്ളി. കൊച്ചുള്ളിനെ പോലെ, കൊച്ചുങ്ങളെ പോലെ വിഷമം വരുമ്പോ കരയും. ഇതെന്തേ? അല്ല, കൊച്ചിന്റെ കരച്ചിലിട്ട. ഓ, ഫിഗറും ഡിറ്റോ കരച്ചിലും ഡിറ്റോ. ശ്രീവിദ്യ ചേച്ചിന്റെ വീട്ടിലെ പച്ചക്കറി തൊട്ടുണ്ട്, അറിയാമോ? എന്നിട്ടാണ് ശ്രീവിദ്യ ചേച്ചി പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റിൽ പോണത്. അയ്യോ, മാർക്കറ്റിൽ പോയി മേടിക്കുന്നത് ജ്യൂസ് അടിച്ചു മേടിക്കാനാ. വീട്ടിലുണ്ടാക്കുന്ന വെള്ളരിക്ക അരിഞ്ഞ് രാവിലെ കണ്ണി വെക്കും, ഉരുളക്കിഴങ്ങ് അരച്ച് മുഖത്തിടും, തക്കാളി എടുത്തത് എങ്ങനെ മുഖത്തിട്ട് ഒരയ്ക്കും. അപ്പൊ സൗന്ദര്യത്തിന് ഫ്രഷ് വെജിറ്റബിളും അകത്ത് കഴിക്കാൻ വിഷം വെജിറ്റബിളും കോമ്പിനേഷൻ ചേച്ചി. എലീന ചേച്ചിക്ക് ഒരു കൃഷിത്തോട്ടം ഒന്നുമില്ലേ? ഏയ്, നമ്മളിങ്ങോട്ട് കേറി വന്നപ്പോ എലീന ചേച്ചി എന്തോ പറഞ്ഞത്? എന്നെ ഒന്നും പറഞ്ഞ് നാട്ടിക്കല്ലേന്ന്. ആ, എലീന ചേച്ചിയുടെ വീട്ടിൽ കപ്പ നട്ടിട്ടുണ്ട്. അയ്യോ, ഭയങ്കര എലിശല്യാന്നാ പറയുന്നത്. എടാ, അത് എലിശല്യോ എന്നല്ല പറഞ്ഞത്, പിന്നെ എലീന ശല്യോ എന്നാണ് പറഞ്ഞത്. രാത്രി ആരും കാണാ കപ്പ പിഴുതങ്ങ് തിരിഞ്ഞു. എടാ നാട്ടിക്കലടാ, ചമ്മി ഇരിക്കുന്ന നാട്ടിക്കലടാ. ഇവിടെ കറിവേപ്പില കടന്ന് കരയുന്നു. അതൊന്നും ഇല്ല എന്റെ തക്കാളി. എലീന ചേച്ചി കറി വെക്കാൻ നേരത്ത് രുചി കൂടാൻ വേണ്ടി കറിവേപ്പില എടുത്തങ്ങ് കറിയിലിടും. കറിയെല്ലാം വെന്ത് കഴിയുമ്പോ കറിവേപ്പില എടുത്തങ്ങ് ചേച്ചി കളയും. അപ്പൊ കറിവേപ്പില തന്നെയായി. ഇതൊക്കെ പിന്നെ സഹിക്കാം. ദാണ്ട അങ്ങോട്ട് നോക്കിക്കാൻ. ആ പാവയ്ക്ക് എന്റെടാ വഴക്കാ സഹിക്കാൻ പറ്റാത്ത. അയ്യോ, ആ പാവയ്ക്ക് അങ്ങോട്ട് പാവ ഇഞ്ചിനെ കളിയാക്കുന്നേ. അയ്യോ, അതാണല്ലേ ഇഞ്ചി ഇഞ്ചിയായിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇഞ്ചിയാവോ? അതൊക്കെ ഈ മുളകിനെ കണ്ടു പഠിക്കണം. ആരൊക്കെ കളിയാക്കിയാലും ഞാൻ കല്ല് പോലെ നിൽക്കും. നോ മൈൻഡ്. അതെ, ഈ പച്ചക്കറി തോട്ടത്തിൽ മുളകുണ്ടോ? ഏയ്, ഞാൻ രക്ഷപ്പെട്ടു. മുളക് കടിക്കാൻ ആളൊന്ന് ഉണ്ടായി. ആ, ഒരു പച്ചക്കറി തോട്ടാവുമ്പോ മുളകൊക്കെ ആണോ, ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? അണ്ണൻ കളിയാക്കിയാണല്ലേ സാറേ. ഇത് പെട്ടെന്ന് തന്നെ ഏറിക്കയറ്റി വിടണേ ഈ കോമഡി. വെജിറ്റബിൾ കോമഡിയാണേ. കൂടുതൽ ദിവസം അങ്ങ് ഇരുന്ന ചീനി പോകും. പച്ചമുളക് ചമ്മിയ ഫിഗർ കണ്ടിട്ടുണ്ടോ? അല്ല, അതെ, പച്ചക്കറി തോട്ടത്തിൽ ഉരുളക്കിഴങ്ങുണ്ടോ? നിന്നെ കളിയാക്കിയതുപോലെ എന്നെ കളിയാക്കണം. അങ്ങനെ എന്നെ കളിയാക്കണം. പച്ചക്കറി തോട്ടത്തിൽ ഉരുളക്കിഴങ്ങില്ല. അയ്യോ, എന്നാ എനിക്കൊരു 10 ചാക്ക് ഉരുളക്കിഴങ്ങ് വേണമായിരുന്നു. പച്ചക്കറി തോട്ടത്തിൽ ഉരുളക്കിഴങ്ങുണ്ട്. അല്ല, ഇനി വേണ്ട. അയ്യോ, ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഇനി വേറെ ഏതെങ്കിലും തോട്ടത്തിൽ പോയി വാങ്ങിച്ചോളാം. വേണ്ട. എടാ, നിനക്കിപ്പോ മാർക്കറ്റിൽ അങ്ങ് വില കൂടിയല്ലേ? ഞങ്ങളെ ബാക്കി പറയുന്നത് വേണ്ട, എനിക്കിപ്പോ വില കുറവാ. അതല്ലടാ, ഇഞ്ചിക്കിപ്പോ വില കൂടിയെന്ന്. അതിന് നീ ഇപ്പൊ ഇഞ്ചിയായിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളെ പച്ചക്കറി ഒന്നും ആർക്കും വേണ്ട, ഒരു മനുഷ്യരും വരുന്നില്ല. നമ്മൾ ഇവിടെ കിടന്ന് ചീനി പോവത്തേ ഉള്ളൂ. നീ പറഞ്ഞ ശരിയാടി. ഈ വിഷം ഇല്ലാത്ത പച്ചക്കറി ഒന്നും ഇപ്പൊ ആർക്കും വേണ്ടെന്നേ. അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന വിഷം അടിച്ച പച്ചക്കറി മതി ആൾക്കാർക്ക്. നമുക്ക് ഇവിടുന്ന് ചീനി പോവാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം. അതെന്തിന്? ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലോറിൽ കടന്ന് ചെയ്യും. സ്കിറ്റ് പകുതി ചെയ്യുന്നിരിക്കുക. നിന്റെ ഇഞ്ചി കോമഡിയും നിന്റെ 2 കോമഡിയും നിന്റെ 5 കോമഡിയും എന്റെ മൊത്തം കോമഡിയും ചെയ്യുന്നിരിക്കുക. നമ്മൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവോ? എങ്കിൽ പിന്നെ നമുക്ക് വേഗം പോവാടാ. വല്ല ചീരയുടെ മുട്ടിലോ വല്ല വാഴന്റെ മുട്ടിലോ പോയി വളമിട്ടങ്ങ് കിടക്കാം. അതെന്തിനാ? നീ കേട്ടിട്ടില്ലേ, ഒന്ന് ചീനാലേ മറ്റൊന്നിന് വളമാകൂ. അടിറസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നാടൻ പാട്ട് പങ്കുതി കൊണ്ടാകമാണിന്നട മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. തോട്ടത്തിലേക്ക് ഞാനൊന്ന് വന്നോട്ടെ. അടിപൊളിത്തോട്ടം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ നമ്മളോട് ചോദിക്കാനുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ഡിസ്കഷൻ ഞാൻ കേട്ടല്ലോ. ഉണ്ടോ? ആരാ ചോദിച്ചു തുടങ്ങുന്നേ? മുളകെ എരിവുള്ളതാണോ വരുന്നേ? ഗൈസ്,
ലക്കി വന്നു. നമ്മുടെ ലക്കി വന്നിരിക്കുകയാണ് ആക്ഷനിലേക്ക്. പേടിച്ചോ, ലക്കി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദിക്കുക ആദ്യത്തെ ചോദ്യം. നിങ്ങള് ഒരു എന്താ പച്ചക്കറിയുടെ ഇത് ഇത് അത് 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 ഏതാവും പച്ചക്കറിയില്? നമ്മള് പച്ചക്കറി ആണെങ്കിലേ പച്ചക്കറിയിൽ ഏതാവും നിങ്ങള്? അതെങ്കിൽ ഏതാ? ഇതിൽ ഏതാ അതിനോട് ചോദിക്കണം. അതിനോട് ചോദിക്കണോ? അപ്പൊ അഖിലിനോടാണ് ചോദ്യം. ഞാൻ സവാള. എല്ലാരും കരയിപ്പിക്കും, പക്ഷെ എനിക്ക് കുറെ ലെയർ ഉണ്ട്. പുറമേ കാണുമ്പോൾ എനിക്ക് അകത്തോട്ട് ലെയർ മാത്രല്ല പല ഷേപ്പിലും അങ്ങനെ എല്ലാം ഉണ്ട്. ചിലപ്പോ ഇച്ചിരി കരയിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പൊളിച്ചു പൊളിച്ച് വരുമ്പോ ഒന്നും കാണത്തുമില്ല. അതാണ് ഉള്ളിലൊന്നുമില്ല. ശുദ്ധൻ, നിഷ്കളങ്കൻ. തലയിലും ഒന്നുമില്ല. ഇനി അടുത്ത ആളോട് ചോദിക്കാം. ചേച്ചി ഇഷ്ടമുള്ളതല്ല വാട്ട് വെജിറ്റബിൾ? എനിക്ക് ചൊരക്ക അല്ലാതെ കുമ്പളങ്ങ. എന്നത്? ഇപ്പൊ സമ്മർ തുടങ്ങിയില്ലേ, അപ്പൊ സീസണൽ വെജിറ്റബിൾ ആണ്. ഇന്നത്തെ ഒരു ഇതിൽ ചോദിച്ചാല് എനിക്ക് കുമ്പളങ്ങയോ ചൊരക്കയാണ് ഇഷ്ടം. പക്ഷെ ലൈറ്റ് ആണ്, വയറും ഹെൽത്തിനും നല്ലതാണ്. ഓക്കെ, അപ്പൊ കുമ്പളങ്ങ ഫിക്സ്ഡ്. നോബിച്ചേട്ടൻ ഏത് വെജിറ്റബിൾ ആവും? റിച്ച് ആണല്ലോ. അപ്പൊ ഏത്? ക്യാപ്സിക്കം. എന്തുകൊണ്ട് ക്യാപ്സിക്കം ആകാന്ന് വിചാരിച്ചേ? ക്യാപ്സിക്കം അങ്ങനെ ആരും വാങ്ങിക്കൂല. കുറെ നേരം അവിടെ ഇരിക്കാം, സൂപ്പർ മാർക്കറ്റിൽ കിടക്കാം. പെട്ടെന്ന് പോവും അത്. അല്ല, കുറെ നേരം സൂപ്പർ മാർക്കറ്റിൽ കിടക്കാം. അങ്ങനെ ആരും വാങ്ങിക്കൂല. വല്ലപ്പോഴും പോയാ പോയി. സുഖജീവിതം. ലക്സറി. നോബിന്റെ പോലെയാണ് ബെൽ പെപ്പർ. വാങ്ങിച്ചാലും ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാലും പറയും എടുത്താലും വേണ്ട പിന്നെ എടുക്കാം. അങ്ങനെ കുറെ നേരം ഫ്രിഡ്ജിൽ. എനിക്ക് വള്ളിപ്പയർ. ആരുടെയെങ്കിലും ചുറ്റിപ്പടഞ്ഞ് കിടക്കും. അതെ, എനിക്ക് എന്റെ സ്കൂളിൽ എനിക്ക് കുറെ വട്ടപ്പേരുണ്ടായിരുന്നു. അതിലൊന്ന് പയറെന്നായിരുന്നു. എനിക്ക് വള്ളികളായിരുന്നു. പയറ് തോരൻ. ഓക്കെ. എനിക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ള എല്ലാം ചോദിക്കുന്നത്. ഇഫ് ശ്രീവിദ്യ ഒരു വെജിറ്റബിൾ ആവുകയാണെങ്കിൽ ഏത് വെജിറ്റബിൾ ആവും? ഉരുളക്കിഴങ്ങ്. റീസൺ നാട്ടിലും അംഗീകരിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വിദേശത്തും ഇന്റർനാഷണലിയും അത് അക്സെപ്റ്റഡ് ആണ്. അല്ല, അപ്പൊ എലീനക്ക് ഏത് വെജിറ്റബിൾ ആണ്? ഞാൻ ഏത് വെജിറ്റബിൾ ആകും? എലീന ചേച്ചിക്ക് ഞാൻ ഒരു ക്ലൂ തരാം. ആദ്യം ഇവരുടെ കാര്യത്തിൽ ഞാൻ പറയട്ടെ. ഇവർക്ക് ഇത്രയും പറഞ്ഞ വെജിറ്റബിൾ ഒക്കെ ഞാൻ ചെറുതായിട്ടേ കഴിക്കത്തുള്ളൂ. എന്നുവെച്ചാ അമ്മ കഴിപ്പിക്കും. നിനക്ക് വലിയ താല്പര്യമില്ല, അമ്മ കഴിപ്പിക്കുന്നയാ. കൊച്ചിന് എന്നാ ഇഷ്ടം അപ്പം? എനിക്ക് ബീട്രൂട്ട്. ഞാൻ എന്നാ ബീട്രൂട്ട്. അല്ല, ഞാൻ എലീന ചേച്ചിക്കുള്ള ക്ലൂ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? അതെന്നാ ക്ലൂ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജീവിയോ? ചാടി നടക്കും. അതാണോ? ഇടയ്ക്കൊക്കെ കഴുകിട്ട്. അപ്പൊ ഞാൻ ക്യാരറ്റ് ആവാം. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു പച്ചക്കറി ബ്രേക്ക് എടുത്താലോ? വെജിറ്റബിൾ ബ്രേക്ക്. ഒരു കാര്യം പറയാൻ സെറ്റല്ലേ? ഇന്ന് നിസ്സാരം, എല്ലാം നിസ്സാരം. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. ഒരു പടക്കക്കടയായിട്ട് ആൾക്കാരും കാണാനും ഇല്ല. എന്ത് ചെയ്യുമെന്ന് പറ. ഓരോരോ അവസ്ഥകൾ. പടക്കങ്ങൾ ഇത്രയും ഉണ്ടാക്കി വെച്ച് പടക്ക നിർമ്മാണശാലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റീല് ഷൂട്ട് ചെയ്താല അത് നല്ല ഐഡിയ. കടയിലെ ആൾക്കാർ കയറുന്നില്ല, റീലിലെങ്കിലും ആൾക്കാർ കയറട്ടെ. അതാകുമ്പോ കൊള്ളായിരിക്കും. ഹൃത്തിക് റോഷന്റെ പാട്ട് തന്നെ ഇടാം. റെഡി, 1 2 3. इकबाल का बीना तो है न्याना, गोवा के लेके आइए है जाना. അണ്ടൂടെ റീലിയാണ്. അത് റീൽ ഇതിനകത്ത് കിട്ടണമെങ്കിൽ റെക്കോർഡ് ചെയ്യാക്കണം. അയ്യോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ ഋതിക് റോഷൻ ഹിന്ദി സിനിമാ ലോകം അടക്കി അങ്ങ് വാണേനെ. എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ അങ്ങനെ റീല് ചെയ്ത് നല്ലവണ്ണം വൈറലാവും. നിനക്കും അഭിമാനിക്കാതെ. എടാ, പിന്നെ എനിക്ക് ഫ്രണ്ട് ഇരിക്കുന്ന മുടി ഒന്ന് കളർ ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഏത് മുടി? ഇത്ര ഇരിക്കുന്ന മുടി ഫ്രണ്ടിൽ നല്ലൊരു കളർ അടിക്കണോടെ. പറഞ്ഞേണ്ടി ഇപ്പോഴത്തെ പയ്യന്മാരടിക്കൂല്ലോ ചോന്ന കളറ്. എന്തൊരു മാങ്ങാണ്ടി ആവട്ടെ, അടിച്ചേ വെച്ചോളൂ. എന്തെന്നറിയാമോ? അടുത്ത ആഴ്ച 80 വയസ്സ് കഴിഞ്ഞ് റീൽ ചെയ്യണ യുവ കോമളന്മാരെല്ലാരും കൂടി നമ്മളൊരു മീറ്റപ്പ് എറണാകുളത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അവിടെ ചെല്ലുമ്പോ കാണാം എത്ര ഹൃത്തിക്രോഷന്മാർ അവിടെ കാണുമെന്ന്. എന്നാണിത്? അടുത്ത ആഴ്ച. പറഞ്ഞത് കറക്റ്റാ, ചെല്ലുമ്പോ അറിയാം എത്ര എണ്ണം കാണുമെന്ന്. കരുതാക്കരുത് വിളിക്കാടാ. ഇരിക്കണ കാര്യമാണ് ആദ്യമേ പറയണത്. സമയത്തിന് ഇങ്ങോട്ട് വരികയില്ല. എന്തോന്ന് നോക്കണത്? നോക്കുന്നതാ. ആ. ഈ കടയിൽ ആള് കയറാത്ത എന്താണെന്നറിയാമോ? വെളിയിൽ ഒരു നല്ല ബോർഡെങ്കിലും വെക്കണം. അതിനൊക്കെ ഞാൻ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ബോർഡ് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ അപ്പുണ്ണി ആശാൻ MA LLB M.Tech. ഈ ബിരുദമൊക്കെ നിങ്ങൾ എപ്പോ എടുത്തത്? എടുത്തൊന്നുമില്ല. അത് എഴുതാൻ കൊടുത്തപ്പോഴേ അവിടെ കുറെ അക്ഷരങ്ങൾ ആർക്കും വേണ്ടാതെ കിടക്കുന്നു. അപ്പൊ അത് എടുത്തു വെക്കട്ടെ എന്ന് അവനും ആയിക്കോട്ടെ എന്ന് ഞാനും. ഇടക്കട്ടെ ഒരു ഭംഗിക്ക്. അയ്യോ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. എടാ എവിടെയെങ്കിലും പോയി പണിയാടാ. അങ്ങോട്ട് പോയി പണിയായി. ഞാനൊരു കാര്യം പറയാം. ഒന്നുമില്ലെങ്കിലും നീ പറയുമ്പോ തിരുത്തി പറയണം. ബുദ്ധി ഒന്നും ഇല്ലെങ്കിലും കേൾക്കും. നിങ്ങൾ ഈ തൊഴിലാളികളുടെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറരുത്. ഇത്തിരി സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി പെരുമാറും. എനിക്കും തോന്നിയടേ ഈ ഇടയായിട്ട് എന്റെ പെരുമാറ്റത്തിന് മോശമായിട്ട് വരുന്നെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം. നാളെ രാവിലെ നീ പണിക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന വെടിമരുന്ന് കൊണ്ട് നിനക്ക് ഓരോ ഉറ്റുപുട്ടുണ്ടാക്കി തരാം. ഈ ഓലപ്പടക്കം കൊണ്ട് ഓരോ സമോസയും പിന്നെ നീ കഴിച്ചോണ്ടിരിക്കുമ്പോൾ നിനക്ക് ഹിതത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു ക്യാമറ കളിച്ചു തരാം. വസന്തരജനി ശില്പം, ഞാനൊരു വസന്തരജനി പുഷ്പം. ഡിസ്കോ രവീന്ദ്ര എന്റെ ഗിറ്റാറോട് വെച്ചിട്ട് പോ. നീ നേരത്തെ എന്തില്ല ആശാൻ? ഈ പണിയാത്തോണ്ടാണ് നിന്നെ പറഞ്ഞു വിട്ടത്. ആര് പണിയാത്തോണ്ട്? നിനക്ക് വല്ല പണി അറിയാവോടാ? ആയിരിക്കുന്ന സാധനം കണ്ട. ഇത് ഏത് ടെക്സ്റ്റൈൽസ് ഓട്ടിച്ചാടി ബൊമ്മ? അവിടെ തോന്നിയാസം പറയരുത്. അത് ബൊമ്മയൊന്നും അല്ല, അതാണ് ബൊമ്മ പടക്കം. അത് വെറൈറ്റി. ഞാനും എന്റെ പഴയ ആശാനോട് കണ്ടുപിടിച്ച സാധനമാണ്. ഇത് സംഭവം എന്ന് വെച്ചാല് നമ്മൾ അമ്പലത്തിലാണ് പരിപാടിയെങ്കിൽ ഇതിങ്ങനെ കത്തിച്ചങ്ങ് വിടുമ്പോ ഇത് മേളിൽ ചെല്ലും. 2 റൗണ്ട് തിരുവാതിര കളിക്കും, പൊട്ടിത്തെറിക്കും. അപ്പൊ പള്ളിയിലാണെങ്കിൽ ഡ്രസ് മാറും. മാർഗം കളിയുടെ ഡ്രസ് ആവും. അത് കൊളുത്തി വിടുന്നു, മേളിൽ ചെല്ലുന്നു, 2 റൗണ്ട് മാർഗം കളിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനും ആശാനോട് നിൽക്കുമ്പോഴേ ഈ നിയമസഭയുടെ വാർഷികത്തിന് ഒരു പരിപാടി വന്നായിരുന്നു. അവിടെ ഞാൻ വേറൊരു സംഭവം ചെയ്തു. എന്തായിരുന്നു? രാഷ്ട്രീയക്കാരന്റെ ബൊമ്മ. അതെങ്ങനെ? അത് ഞാനിങ്ങനെ കൊളുത്തി വിട്ടു, മേളിൽ ചെന്നു. ഞങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് എല്ലാരും 2 റൗണ്ട് മുണ്ടോക്കി കാണിച്ചിട്ട് അത് പൊട്ടിത്തെറിച്ചു. 5 വർഷം കഴിഞ്ഞല്ലേ വരൂ. എന്നിട്ട് മന്ത്രിയൊക്കെ എന്നെ വിളിച്ചായിരുന്നു. ഓ തന്തയ്ക്ക് നള്ളക്ക്. പിന്നെ നിന്റെ ആശാനെ ഇപ്പൊ കാണാനില്ലല്ലോടാ. ഫീൽഡ് ഔട്ട് ആയാ? ആശാൻ നാട് വിട്ടു പോയി. നാട് വിട്ടു പോയാ? എന്ത് കാര്യം? അത് ഈ ആശാന്റെ കമ്പപ്പതയില്ലേ, കമ്പപ്പതയ്ക്ക് അടുത്തൊരു ആനയെ കൊണ്ട് കെട്ടിയിരുന്നു. ആശാൻ കമ്പത്തിന്റെ തിരിയെന്നും പറഞ്ഞ് ആനയുടെ വാലി കൊണ്ട് തീ കൊളുത്തി. എന്നിട്ട് ആശാനത് വിട്ട്, പക്ഷെ ആന വിട്ടില്ലായിരുന്നു. തുമ്പിക്കൊക്കെ തൂക്കിയെടുത്തൊരു ഒറ്റ എറിയായിരുന്നു. അയ്യോ ചെന്ന് കിടന്നത് എവിടെ നിന്നറിയാമോ? നമ്മളെ വളവിലെ സുമയില്ലേ, സുമേരെ വീട്ടില്. ഞാൻ ആശാൻ സുമയായിട്ട് പോയി പതുക്കെ അവിടെ അങ്ങ് കൂടി. പിന്നെ ഈ പറഞ്ഞ ആന എപ്പോഴും അവിടെ ഉണ്ടാടേ? ആന എവിടെ ഉണ്ട്? അമ്പലം അവിടെ ഉണ്ട്. പക്ഷെ സുമ എവിടെ നിന്ന് താമസം മാറിപ്പോയി. എന്തിനാ ആനയുടെ വായിച്ചെന്ന് കാണുന്നത്? ചാവാൻ വേണ്ടി. പിന്നെ നാളെ രാവിലെ നീ പടക്കക്കട വരുമ്പോഴേ നിന്റെ ആധാർ കാർഡും പാൻ കാർഡും കൂടെ ഒന്നും തരണേടേ. അത് പുതിയ സിസ്റ്റം ഒക്കെ വന്നാ? സിസ്റ്റം അല്ല, നമുക്ക് ബാങ്ക് ഓരോന്ന് പോണോടെ. എന്തിന്? അത് ഒരു ലോൺ എടുക്കാൻ. അങ്ങനെ എന്റെ ആധാർ കാർഡ് വെച്ച് നിങ്ങൾ ലോൺ ഉണ്ടാക്കണ്ട. ഞാൻ അത് അടച്ചോളാം കൃത്യമായിട്ട്. അങ്ങനെ അടക്കണ്ട. എനിക്ക് അത്യാവശ്യം ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യം വന്നടാ. 5 ലക്ഷം രൂപയ്ക്ക് എന്തൊരാവശ്യം? 5 ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു പശുവിനെ വാങ്ങിക്കണം. 5 ലക്ഷം രൂപയുടെ പശു? അതേത് പശു? രാവിലെ പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു, അർജന്റീനയുടെ ജേഴ്സി കൊടുക്കാനുണ്ടെന്ന്. അർജന്റീനയുടെ ജേഴ്സി പശു അല്ലടാ, നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും. നിങ്ങൾക്ക് വിവരമില്ലേ? ഇത് അതല്ലെന്ന്. അർജന്റീന ഫുട്ബോൾ ടീമില്ലേ, അതിന്റെ ജേഴ്സി എവിടെ ലേലം വിളിച്ച് കൊടുക്കുന്ന അതിന്റെ പരസ്യമാണ്. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാം ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ. തേങ്ങ അറിയാം. എടാ പണ്ട് ഞാൻ കിടിലൻ ഫുട്ബോൾ താരമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടിൽ ഞാൻ ഫുട്ബോൾ കളിക്കുക, എപ്പോ ഇറങ്ങാനും കാണികൾ ഹർഷാരവായിരുന്നു. ഇതാ നമുക്ക് കിട്ടിയ മർഡോണ, ഇതാ നമുക്ക് കിട്ടിയ മർഡോണ. നിങ്ങളാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇന്നലെ കിട്ടിയത് മറന്നോടാ, ഇന്നലെ കിട്ടിയത് മറന്നോടാ എന്നായിരിക്കും. നീ എന്നെ പാപ്പിച്ച എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് എന്തുകൊണ്ടോ അറിയാം. നീ എന്തുകൊണ്ടോ ചോദിച്ചാൽ മണിയോലും ഉത്തരം പറഞ്ഞു. പറയോ? പറയാം. എന്നാ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അർജന്റീനയുടെ ക്യാപ്റ്റൻ ആരാണ്? മെസ്സി. സൂസി. നീ കഴിഞ്ഞ ആഴ്ച മാറിക്കാണും. ചുമ്മാ അല്ല, പാല് വാങ്ങിക്കാൻ വന്നപ്പോ എന്റെ അടുത്ത് ഭയങ്കര ജാടാ, മോത്തോലും നോക്കുന്നില്ല. അർജന്റീന ക്യാപ്റ്റൻ മെസ്സി. അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വേറെ ഒന്നും ചോദിക്കും, ഇതിൽ ഞാൻ പിടിക്കും. പോർച്ചുഗലിന്റെ? പോർച്ചുഗൽ പറയുമ്പം പോർച്ചുഗീസ്. വാസ്കോ ഡി ഗാമ.
വാസ്കോഡി ഗാമ. പോർച്ചുഗീസിൽ എനിക്ക് ആകെ അറിയാന്നുള്ള ഒരേ ഒരു വ്യക്തി വാസ്കോഡി ഗാമയാണ്. കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? 1498 കേരളത്തിലെ കോഴിക്കോട് വാസ്കോഡി ഗാമയിൽ കാലുകുത്തിയ കാപ്പാട്, കടപ്പാട്, കഷ്ടപ്പാട്. അതാ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഫ്രാൻസിന്റെ സുലൈമാന്റെ പാപ്പ. സുലൈമാന്റെ ബാപ്പേ? സുലൈമാന്റെ അടുത്ത് ഞാൻ ചോദിച്ചടാ ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ. അവൻ പറഞ്ഞു ബാപ്പയെന്ന്. ബാപ്പയെന്നല്ല, എംബാപ്പേ. ഒരു സാധനം പറഞ്ഞു. എന്നാലും ചുമ്മാ എല്ലാം അണിയാന്ന് പറഞ്ഞു നടക്കും. പിന്നെ നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ കഴുത്തിൽ ഈ നീളത്തിലൊരു മാല കടപ്പൂല്ലേ, അതുകൊണ്ടായി പണയം വൈ. അയ്യോ, അതല്ലേ പറ്റിയത്. അവളെ മാല പണയം വെച്ച് കഴിഞ്ഞാലേ എന്നെ പോലീസ് പിടിക്കൂടാ. അതെന്ത്? റൊണാൾഡോ. റൊണാൾഡോ? മുക്ക് കൊണ്ടം. റോൾഡ് ഗോൾഡ്. അങ്ങനെയും പറയാം. നീ നോക്കിയാ തോക്ക് കണ്ടാ? അവളെ കഴുത്തി കിടക്കണ മാല കണ്ടാ? സത്യം പറയല്ലേ ചേച്ചി, ഈ മാല ഇട്ടോണ്ട് നിൽക്കുന്ന കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യം ഉണ്ട് കേട്ടോ. അല്ലാതെ ഇതിന് ഗ്യാരണ്ടി ഉണ്ടാ? കല്യാണം കഴിഞ്ഞപ്പോ ജോത്സ്യം പറഞ്ഞാൽ 85 വയസ്സിൽ എന്റെ തലക്കടിച്ചു കൊല്ലുന്നു. അത് ഗ്യാരണ്ടിയാണ്. അതല്ല, ഇത് മാറ്റി കിട്ടുവന്ന്. അവളെ അനിയത്തി ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ് കേട്ടത്. എന്ത് കൊടുത്തു നോക്കാം, മാറ്റി തരുമെന്തോ? ആരത്തോടെ പിടിയത്? ഒരു വിവരവും ബുദ്ധി ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്നെ കട്ടി മേന കേട്ടു. നീ ഇവിടെ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാനാ അമ്പിളിക്കുട്ടാ. ആ പള്ളി പെരുന്നാളിന് അവർ കൊടുക്കേണ്ട പടക്കം ഉണ്ടല്ലോ, അത് സൂക്ഷിച്ച് അത് കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞല്ലോ. പറഞ്ഞു. എന്ത് ചെയ്തിട്ട്? ഞാനത് കേടാവാതെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എവിടാ? ഫ്രീസറിനകത്ത്. പടക്കോടാ മട്ടത്തലെ ഫ്രീസറിനകത്ത് വെക്കണത്. എടാ വൈകുന്നേരം 6 മണിക്ക് അവർ വരുമ്പോ ഞാൻ എന്തോന്ന് പറയുവാടാ? അത് പൊട്ടിക്കാനുള്ളതല്ലടാ, അത് ഫ്രീസറിനകത്ത് എടുത്ത് വെക്കുന്നത് കേടാകാതിരിക്കാൻ. ഒരു കാര്യം ചെയ്യാം, അവർ 6 മണിക്കല്ലേ വരുന്നത്, നമുക്ക് എടുത്ത് വെള്ളത്തിൽ ഇടാം. ഇപ്പോഴത്തേക്കായിട്ട് ഐസൊക്കെ മാറി കിട്ടുമല്ലോ വെള്ളത്തിൽ ഇടുമ്പോ. എടാ അവിടെ ഞാൻ ഒരു കാര്യം, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാലപ്പടക്കം. ഞാൻ ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കി. അതെങ്കിലും കൃത്യമായിട്ട് ഉണ്ടാക്കിയല്ലോ. മാലപ്പടക്കം പറഞ്ഞു പിടിച്ചിരിക്കാം. കൊടുത്തിട്ടേ വേറെ കാര്യമുള്ളൂ. ഒരു കാര്യമില്ല, ഇവിടെ ജോലിക്ക് വെച്ചാണ് ഞാൻ ചെയ്താൽ മതിയായിരുന്നു. ഇതെന്താണാവോ? ഇത് മാല, ഇത് പടക്കം. അതുകൊണ്ട് മാലപ്പടക്കം പറഞ്ഞുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് ഞാൻ ചത്തേന. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ പ്ലീസ് ലിസൺ. കേരളത്തിലെ ആദ്യത്തെ മാലപ്പടക്കമാണ് ഈ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്. ഇതിന് ശബ്ദം കേൾക്കില്ല, പക്ഷെ ഞാൻ കേൾപ്പിച്ചേരാം. മാലപ്പടക്കം ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഈ കണക്ക് ഓലപ്പടക്കം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലെ ഒരു തെങ്കിലും മണ്ട ഉണ്ടാവില്ലായിരുന്നു. മണ്ടരി തലയിൽ എന്തെങ്കിലും ജോലി ഞാൻ പറഞ്ഞ ചെയ്തു വെക്കുന്നത്. അതെങ്ങനെ എന്റെ അച്ഛനമ്മ ഒന്ന് കാണട്ടെ, പറഞ്ഞു കൊടുക്കതല്ല. ആശാനെ അച്ഛൻ മരിച്ചു. ആശാന് അയ്യോ മരിച്ചുപോയാ? അച്ഛൻ മരിച്ചുപോയി. അപ്പൊ നിന്റെ അമ്മേ? അമ്മ പിന്നെ അച്ഛൻ മരിച്ചതിന് ഭയങ്കര വിഷമമാണ്. അപ്പൊ മുറി വിട്ട് പുറത്തിറങ്ങൂല. 24 മണിക്കൂർ മുറിക്കാത്തന്നെ ഇരിപ്പാ. ആരടുത്ത് മിണ്ടാട്ടോ ഇല്ല, ഒന്നുമില്ല. അമ്മ പാവം. അങ്ങനെ ഇരുത്തി കളയില്ല ഏട്ടാ, മനസ്സൊക്കെ മരവിച്ചോ. എന്തെങ്കിലും കാര്യം പറഞ്ഞ് നയത്തില് പുറത്തു കൊണ്ടുവന്ന ആൾക്കാരെ കാണിക്കണം. അതിന് പോലീസുകാർ സമ്മതിക്കൂല. പോലീസുകാരാ? അമ്മ സെൻട്രൽ ജയിലിലാണ്. അതെന്തിന്? അമ്മയല്ലേ അച്ഛനെ കൊന്നത്. മഹതിയായ വനിത, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നിന്റെ അല്ലേ തന്ത, ആരായാലും കൊന്നു. പിന്നെ ആശാനെ, ഈ നാട്ടുകാരൊക്കെ പറയുന്ന അതല്ല എന്റെ അച്ഛനെന്ന്. അല്ലടാ, അതല്ല നിന്റെ അച്ഛൻ. ഇനിയെങ്കിലും ആ നഗ്നസത്യം നീ അറിഞ്ഞേ പറ്റൂ. ആശാനെ, നിന്റെ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് നിന്റെ അമ്മയ്ക്ക് ഒരു കൈപ്പഴ പറ്റി. നീ 3 മാസം പ്രായത്തിൽ നിന്റെ അമ്മയുടെ വയറ്റി വളരെയായിരുന്നു. എന്നാലും പറയാശാൻ, ആരാശാൻ എന്റെ അച്ഛൻ? എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ തന്നെ ആയിരുന്നടാ നിന്റെ അച്ഛൻ. അതിൽ നിനക്ക് അഭിമാനിക്കാം കേട്ടോ. നിന്റെ സിരകളിൽ ഓടുന്നത് രാജരക്തമാണ്, രാജരക്തം. ആരവിടെ? സൈക്കിൾ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്ന രാജന്റെ രക്തം, രാജരക്തം. ഹലോ 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 ഹലോ, ഹോസ്പിറ്റലിൽ നിന്നാണേ. അയ്യോ ആശുപത്രി. എന്ത്? നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. ആണാ? താങ്ക് യു. അച്ഛനെ, എന്റെ ഭാര്യ പ്രസവിച്ച് ആൺകുട്ടി. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. നീ എന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ശരി തന്നെയല്ലോ. നമ്പർ നോക്കി വിളിക്കടാ പന്നി. ആളെ പെട്ടെന്ന് കയണെടുത്താണ് എനിക്ക് കല്യാണം കഴിക്കണം. എന്തെന്ന് പറ. കല്യാണം കഴിക്കണം. ആദ്യം കൈ വിറയ്ക്കാതെ ഒരു എലിവാണം കത്തിച്ച് മുകളിലോട്ട് ഇടാൻ പഠിക്കും, എന്നിട്ട് കല്യാണം കാണിക്കാം. കല്യാണം കാണിക്കാൻ ആരെങ്കിലും നോക്കി വെട്ടിട്ടുണ്ടാടെ? ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. ആര്? നമ്മളെ അമൃത ടിവിയില് കോമഡി പരിപാടിക്കൊക്കെ ഇരിക്കില്ലേ, ശ്രീവിദ്യ. ഐശ്വര്യമുള്ള കുട്ടിയാണ്. അപ്പൊ നിനക്ക് ആ കുട്ടിയെടുത്ത് പ്രേമമാണ്? പ്രേമല്ല, പിന്നെ വേറൊരു ഇതാണ്. എന്താന്ന് പ്രേമ? അത് ആരുടെ തുമ്പത്തുണ്ട്. പറ. നമ്മൾ അച്ചപ്പാവ് കടിക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കൊല്ലു. അത് ഇതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കാറിക്കൊടി, ഇപ്പൊ തന്നെ കെട്ടിച്ച് തരും നിനക്ക്. അല്ലേലും
ഈ അപ്പുണ്യാശൻ തീരുമാനിച്ചിരുന്നു എന്റെ കണ്ണടയ്ക്ക് മുമ്പ് നിന്റെ കല്യാണം നടത്തണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എവിടെ പോണ്? സമയമില്ലെന്ന് മണ്ഡപം ബുക്ക് ചെയ്യണം, മാലയും ബുക്ക് മേടിക്കണം, പെണ്ണിന്റെ ഡ്രസ് എടുക്കണം. അതെന്തിന്? ആശ എത്ര മണിക്ക് ഉറങ്ങുന്നത്? 9 മണിക്ക്. അപ്പൊ കണ്ണടയ്ക്കുന്നതിന് മുമ്പേ കല്യാണം നടത്തണ്ടേ? കണ്ണടയ്ക്കണം എന്ന് പറഞ്ഞപ്പോ ഉറങ്ങണം എന്നാണോ വിചാരിച്ചത്? പിന്നെ ആശാൻ കണ്ണു തുറന്നു വെച്ചാണോ ഉറങ്ങുന്നത്? കണ്ണു തുറന്നു വെച്ചാൽ പണിയായി ഇന്ന് കെട്ടാൻ വേണ്ടി നടക്കുന്നു. ഒരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാൽ പോയത് കൊള്ളാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രമദവനം വീണ്ടും ദുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ തെളിദീപം കരിനിഴലിൽ കൈക്കുമ്പിൾ നുറയുമ്പോ പ്രമദവനം വീണ്ടും ഇലക്ട്രിക് ആണ്, കറണ്ട് കൊടുത്തിട്ടിരുന്നയാ. ഏതേതോ നേരത്തിൽ യമുനയിലൊരു ഹലോ 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 പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങൾ ആരാ? ഞാൻ അപ്പുണ്യാശ. നീയാ? പറയൂ സാറേ. നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? അതായത് മൊബൈൽ താഴെ വീണ് പൊട്ടിയപ്പോ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാണ്. സോറി, ക്ഷമിക്കണം. ഹലോ, ഓ 15 ലക്ഷം രൂപയുടെ പെറ്റിയുണ്ട്. അതെന്തിനാ സാറേ? ആർക്ക്? നിങ്ങൾക്ക്. എനിക്കാ? പിന്നെ എനിക്കാണോ സാർ? എന്തിനായിരുന്നു? നേരെ സ്റ്റേഷനിലോട്ട് അതൊക്കെ സംസാരിക്കാം. ഓ ശരി സാറേ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. 15 ലക്ഷം രൂപ പെറ്റിയെന്ന്. എനിക്ക് എന്തിനാണെന്നൊരു പിടി കിട്ടുന്നില്ലല്ലോ അമ്പളിക്കൂട്ടാ. എനിക്കറിയാലോ. നിനക്കറിയാമെങ്കിൽ പറ. ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ കമ്പത്തിന് പോയില്ലേ? അവിടെ ചെന്ന് എല്ലാം വാരി വെച്ചപ്പോഴല്ലേ ന്യൂസ് വന്നത്. എന്താന്ന് ന്യൂസ്? സർക്കാർ കമ്പം നിരോധിച്ചെന്നു. എന്നിട്ട് പിന്നെ അതെല്ലാം കൂടെ തിരിച്ച് വാരി കൊണ്ടുവന്ന നഷ്ടമില്ലേ? അതുകൊണ്ട് എന്തായാലും നിരോധിച്ച സാധനമല്ലേ? ഞാൻ അതിലവിടെ വാരി അമ്പലത്തിന്റെ വയലിൽ കൊണ്ടിട്ട് കത്തിച്ച്. 6 ഏക്കർ വയല് കത്തി, നെൽപ്പാടം 2 ഏക്കർ തെങ്ങും പറമ്പും കത്തി. അതാണ് 15 ലക്ഷം രൂപ എനിക്ക് വാങ്ങിച്ചു തന്നതായിരുന്നു. എന്നെ കൊല്ലിക്കാൻ വേണ്ടി ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യാൻ വേണ്ടി. അമ്പളിക്കുട്ട, ഇനി ഒരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ഈ കഷണ്ടി ഉണ്ടല്ല, പാരമ്പര്യമായിട്ട് കിട്ടിയൊന്നുമല്ല. ഇവൻ ചെയ്യുന്ന ഓരോ മണ്ടത്തരത്തിലും ഞാൻ മനഃപൂർവ്വം വലിച്ചു പിന്നിക്കളഞ്ഞതാ. അയ്യോ, ഞാൻ കൊല്ലായി. ക്ലൈമാക്സ് മ്യൂസിക് 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. കടന്നു വരൂ. കാർണിവലിനോട് അനുബന്ധിച്ച് നടക്കുന്ന ആകാശ ഊഞ്ഞാൽ. വെറും 100 രൂപ മുടക്കിയാൽ മതി. കുടുംബസമേതം സ്വർഗം കണ്ട് പറക്കാം. വെറും 100 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇത് സ്വർഗം കണ്ട് പറക്കാം. വെറും 100 രൂപ മുടക്കി കഴിഞ്ഞാൽ പൊരി. അതെ, ആകാശ ഊഞ്ഞാൽ. വരുവിൻ കൊച്ചിൻ കാർണിവൽ ആകാശ ഊഞ്ഞാൽ. 100 രൂപ മുടക്കി കഴിഞ്ഞാൽ പൊരി. എന്റെ സാധനം ചേട്ടൻ്റെ ഡയലോഗ് ഞാനാണ് പറയണത്. എന്റെ കാര്യം നിങ്ങൾ വിളിച്ചു പറയാൻ പോണേ. ഇറങ്ങി 100 രൂപ തരാം. 1.5 മണിക്കൂർ അതിനകത്ത് ഇരിക്കാൻ വേണം. മാറിന്ന് ഇറങ്ങി പോകുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കിടന്നില്ലേ? ഒരാളും കൂടെ ഇറങ്ങിട്ടോ ചേട്ടാ. ഇവിടെ സത്യം പറഞ്ഞ അഭിപ്രായം ഇതിന് മാത്രമേ ഉള്ളൂ ചേട്ടാ. ആണല്ലേ? അഭിപ്രായം ഇതിന് മാത്രമേ ഉള്ളൂ. അല്ല, ഇതിന് എന്റെ സംഭവം അതറിഞ്ഞൂലേ? ഇല്ല. ജയൻ വീല്. ഇതാണ് ജയൻ വീല്. ശരിയാണല്ലോ. ജയന്റെ വീലുണ്ട്, നസീറിന്റെ കാറുണ്ട്. ആ 2 സൈഡിൽ കാണുന്ന എന്താ? തോമന്റെ കൃത. എന്ത്? പിന്നെ അല്ലാതെ ഇത് കറക്കണതേ കരിമ്പ് ജ്യൂസ് അടിക്കാനല്ല. ഇതിന് ആൾക്കാർ ഇറങ്ങിയാലേ എന്റെ പോക്കറ്റിനകത്ത് പൈസ പോകുള്ളൂ. ഞാൻ ഇതിന് തറവാട കൊടുക്കുന്ന എന്നെ കൂടുതൽ ഭരിപ്പിക്കാനും നിൽക്കണ്ട. ചേട്ടൻ കൊടുക്കുമ്പോ തറവാടക. ഞാൻ നല്ല സ്റ്റാൻഡേർഡ് വാടക കൊടുത്തോണ്ടാണ് ഞാൻ ഇതുകൊണ്ടിട്ട് കറക്കണത്. ഇപ്രാവശ്യം കാർണിവലിന് കിടന്ന് പറഞ്ഞ അവിടെ മരണക്കട കേട്ടോ. അത് സത്യം കേട്ടോ. ഇവിടെ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മരണക്കണത്. ഇന്നലെ വരെ ഒരു 2 ബൈക്കായിരുന്നു കറങ്ങിയത്. ഇന്നിപ്പോ ഞാൻ നോക്കി അതിന്റെ പുറകെ വേറെ 2 ബൈക്ക്, മൊത്തം 4 ബൈക്ക്. അതെന്നാന്നറിയോ? ഈ 2 ബൈക്കുകാർ CC അടിച്ചിട്ടില്ല. ഈ CC പിടിക്കാൻ വേണ്ടി നടക്കുന്ന 2 ബൈക്കുകാർ അതിന്റെ പുറകെ നടക്കുന്നത്. അതാണ് മരണക്കാരൻ. ഇപ്രാവശ്യം 4 ബൈക്ക്. വെറൈറ്റി അല്ല. ആളില്ലല്ലോ. തുമാരാനെ ക്യാ ഹേ? എന്റെ ദൈവമേ, ഈ ഹിന്ദിക്കാരെ കാരണം വഴി നടക്കാൻ വയ്യല്ലോ. ഞാൻ ഹിന്ദിക്കാരനല്ല. ഞാൻ നിങ്ങൾ ഹിന്ദിക്കാരെന്ന്. പൊന്നു കൊച്ചെ, മലയാളിയാണെങ്കിൽ പിന്നെ ഒരു മലയാളിയെ കെട്ടിക്കൂടെ? ഈ അറിഞ്ഞൂടാത്ത ഭാഷ പറഞ്ഞാൽ ഇവർ എന്തിനു കെട്ടിയത്? അയ്യോ, ഇത് മലയാളി. മലയാളിയാ?
ഞാൻ മലയാളിയാണ് കാർണിവൽ കാണാൻ വേണ്ടി വന്നത്. കുറെ ഹിന്ദിക്കാരന്മാര് എനിക്ക് അറിയാത്ത ഭാഷ സംസാരിക്കുന്നത്. അവിടെ തിരിച്ച് അവർക്ക് അറിയാത്ത ഭാഷ അങ്ങോട്ട് സംസാരിച്ചാണ്. സംസാരിക്കാനുള്ള കാരണം വേണ്ട. എന്റെ പൊന്നേട്ടാ, ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞു. കാർണിവലിൽ നടക്കുകയല്ലേ ചേട്ടാ, നമുക്ക് പോയി സർക്കസ് കണ്ടാലോന്ന്. ആ സർക്കസ് കണ്ട പുകില് പറഞ്ഞു കൊടുക്കും മനുഷ്യ. സർക്കസ് കാണാൻ വേണ്ടി ആ ടെന്റിൽ കയറി ഒരുത്ത ഒരു പെണ്ണ് ചാരി നിർത്തിയിട്ട് ചറപറാന്ന് 10 മണിക്ക് കത്തി എറിയാണ് അവിടെ നേരെ. ഒരെണ്ണം പോലും കൊണ്ടുവന്ന് ഉന്നമില്ല. ഞാൻ കത്തി പിടിച്ചു വെച്ച് ഒറ്റയേറി ആ കൊച്ചിന് ഇവിടെ കൊണ്ട് അപ്പത്തെ തറയിൽ. അയ്യോ, അപ്പൊ ഹിന്ദിക്കാരി സുലോചന മറുകയാ. അതുകൊണ്ട് ഹിന്ദിക്കാരന്മാർ എനിക്ക് അറിയാത്ത ഭാഷ പറയണത്. അറിയാത്ത ഭാഷ ചേട്ടാ. പിശുക്ക്, ഭയങ്കര പിശുക്കെന്ന് പറഞ്ഞ പിശുക്ക്. സർക്കസിന് ഏറിയ പൈസയെ മുതലായില്ലെന്ന് പറഞ്ഞ ഈ കിടന്ന് ബഹളം വെച്ചത്. എന്നെ ഇത് കയറ്റി കറക്കുവോ? ഭൂമിയിട്ട് കറക്കണ പോരാ, ഇനി ഇതിന്റെ മണ്ട കൂടി കയറ്റി എന്നെ കറക്കണം. ഒരു കാര്യം ചെയ്യ്, നീ 2 തക്കാളി 2 പൊരി വാങ്ങിച്ചിന്ന്. ചേട്ടാ ഈ മുടക്കിയ പൈസ മതി. 100 രൂപ മതി. സ്വർഗം കണ്ട് പറക്കാട്ടാ. കണ്ടാ കയറില്ല. എനിക്ക് കേറണം ചേട്ടാ. പൈസ ഒരുപാടാവുന്നു കൊടുക്കണ്ടേ. കേറ്റ ഒരു വൈഫ് കിടന്ന് ഒരു ആഗ്രഹം കാണിച്ചോട്. അങ്ങനെ ഒരു കാര്യം ചെയ്യ്, ഒരു ടിക്കറ്റിന്റെ പൈസ ലാഭിക്കല്ല. നീ കറിക്ക, നീ വേണം നീ കറി. അങ്ങനെയാണെങ്കിൽ ഞാൻ കേറാം. അല്ല ഒരാളായിട്ട് കറക്കാൻ പറ്റില്ല, കറണ്ട് നഷ്ടമാണ്. ഒരു പേരായിട്ടാണ് അതിൽ കയറ്റണം. പേരുണ്ടെങ്കിലേ കയറ്റാൻ പറ്റുള്ളൂ, അതാണ് വിഷയം. ഒരു കാര്യം ചെയ്യ്, പേരായിട്ട് ഞാൻ വന്നാ മതിയോ? നമുക്ക് ആകാശ ഊഞ്ഞാലി കയറുകയും ചെയ്യാം, പൊരിവാരി തിന്നുകയും ചെയ്യാം. ചേട്ടാ, നമ്മൾ ആകാശത്ത് ഇങ്ങനെ കറങ്ങുമ്പോഴേ എങ്ങനെ പൊരി കഴിക്കും? ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ മേളി വരുമ്പോൾ നമ്മൾ പൊരി വാരി ഇങ്ങനെ എറിയും. ആ സാധനം ഇങ്ങനെ കറങ്ങി താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ പൊരി വായ കൊണ്ട് പൊട്ട് തിന്നും. അപ്പോഴും നിന്റെ മുഖം പിടിച്ച് തറ ഒരയ്ക്കുകയും ചെയ്യും. മണ്ണിന്റെ മണമുള്ള പൊരി കിട്ടുകയും ചെയ്യും. ഒരു കാര്യം ചേട്ടാ, ചേട്ടാ കയറാൻ ആളില്ലാതെ ചേട്ടാ നിങ്ങളെ ഒരുമിച്ച് കയറ്. അവള് വേണേ കയറി, ഞാൻ നീ കയറാൻ പറ്റൂല. പേടിയാന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി പണ്ട് കരപ്പം വന്നപ്പോ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന ഡോക്ടർ മുമ്പിൽ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പേടിയാണ്. പൈസ പിടി. നീ എത്രയാണ് കറക്കണത്? ഇത് 80-ലാണ്. 80-ലാ? 150 കറക്കണം. നീ എന്റെ പഠിപ്പിക്കാതെ വേണ്ട, 150 കറക്കണം. എനിക്ക് പേടി കേട്ടോ. ഒരു പേടി അല്ല 150 വേണോ? 150 നീ 150 കറക്കണം. വേണ്ട, കാണിച്ചേരെ വേണ്ടെന്ന്. ഇങ്ങോട്ട് പാതി. പൈസ കിട്ടിയ പിന്നെ എന്തൊരു ഈ ആൾക്കാർക്ക് പേടിയാന്ന് ഇത് കാണുമ്പോ. ഞാൻ ഒന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ചോട്ടെ. കൂളിംഗ് ഗ്ലാസ് എന്തിനാ വെക്കുന്നേ? ഇത് കാണുമ്പോ എനിക്ക് പേടിയാവും. ഒരു കത്തലിങ്ങനെ വരും. ആദ്യം നൈസായിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് അങ്ങോട്ട് കറക്കാൻ നോക്കണം. അങ്ങോട്ട് കളിപ്പിക്കണം നീ എന്നെ. ഇത്രേ ഉള്ളൂ, കുഴപ്പമില്ല. പോട്ട് സ്പീഡ് കൂട്ട്. വീട് വേണോ? സ്പീഡ് കൂട്ടാ. നീ എന്നെ കളിപ്പിക്കണം. വേണ്ട ചുമ്മാ എടി, വേണ്ട. കണ്ണടച്ച് മിണ്ടായിരുന്നോ? അയ്യോ, ഭയങ്കര സ്പീഡായിരിക്കും. സ്പീഡ് കൂട്ടാ അങ്ങോട്ട്. ഇപ്പൊ നോക്കിയോ? പോട്ട്. അയ്യോ, പോട്ട്. സ്പീഡ് കൂട്ടി. വല്ലതും കേൾക്കുന്നുണ്ടോ? വല്ലതും കേൾക്കുന്നുണ്ടോ? നാക്ക് താന്നിരിക്കും, ഒരു ശബ്ദമില്ലല്ലോ. അതിനകത്ത് അമ്മാന്ന് വിളിച്ചതാ. ആ മോളില് മാ താഴ, അതിന്റേതാ. അതല്ല, അച്ഛാന്ന് വിളിച്ചതാ. ആ മോളില് ചാ താഴ. അതെന്നെ വിളിച്ചേ. അതെന്നെ ചീത്ത വിളിച്ചതാ. മറ്റതല്ലേ മോളില്, മോനെ മാത്രം താഴെ. എനിക്ക് ട്രാക്കായി കിടക്കണോണ്ട് അറിയാൻ പറ്റും. അയ്യോ ചേട്ടാ, പിന്നല്ലാതെ എന്റെ അടുത്താ കളി. ഇവനോടുണ്ടോ? ചേട്ടാ, അങ്ങേർക്ക് ഭ്രാന്ത്. അങ്ങനെ വാക്കും കേട്ട് ഇത്ര സ്പീഡ് കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ? പുള്ളിക്കാരെവിടെ? അയ്യോ, എന്റെ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടാ മേളിലില്ല. എന്തി പറന്നാറ്റം പോയാ? കിടണം കേട്ടാ, കിടണം. ഇതുകൊണ്ട് ഇത്ര ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഒരു പട്ടിക്കുഞ്ഞാലും ഇല്ലാത്ത സ്ഥലമാണ്. അണ്ണന്റെ ഈ ഡാൻസ് കൊണ്ട് ആള് കൂടി. ഒരു കാര്യം ചെയ്യ്, കറക്കണതിന് മുമ്പേ 1 മണിക്കൂർ അണ്ണന്റെ ഡാൻസ് എന്റെ കൂടെ നില്ല്. എന്നെ കറക്കിയതും പോരാ, എന്നെ വിൽക്കാനും നോക്കണം കേടാ. ഇത്രയും നേരം സിംഗിൾ ഡാൻസ് ഉള്ളായിരുന്നു. ഈ കാർണിവലിന് ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസ് ആയി. എന്നാലും പൊരിഞ്ഞ ഡാൻസ് തന്നെ. അങ്ങനെ 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃത നൽകുന്ന സല്ലാപ വിരുന്ന്.
ഇതുവരെ എല്ലാം ഓക്കെ ആണോ? സെറ്റാണ്. വൈബ് കറക്റ്റ് അല്ലേ? ചെറിയ പെരുന്നാൾ നമ്മളിങ്ങനെ ആഘോഷം കളറാക്കി കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. കളറാക്കി. പക്ഷെ ഒരു സാധനം കൂടെ ഉണ്ട്. എന്റെ വക നിങ്ങൾക്കൊക്കെ ഒരു സ്പെഷ്യൽ സാധനം കാണിക്കാം. നമ്മളൊക്കെ നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് എപ്പോഴും സ്വപ്നം കാണും, എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ളതൊക്കെ കാണും. പക്ഷെ നമ്മൾ എങ്ങനെ ഇരിക്കുമെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും നമ്മുടെ ലുക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രായം ചെന്ന് നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു അടിപൊളി, അതായത് കൊച്ചുമക്കളുടെ പ്രാക്കൊന്നും കിട്ടാത്ത മൂലയിലിരിക്കുന്ന ഒരു നല്ല വൈബ് അമ്മച്ചി. വാങ്ങി കല്ലെറിയുന്നതിന് തിരിച്ചറിയാന്നൊക്കെ എന്നതാണ് ഈ കാണിച്ച് വെച്ചേ? ഞാൻ ആ ചട്ടയും മുണ്ടും എടുത്ത് നല്ലൊരു അടിപൊളി ബൈക്കില് ഫുൾ ട്രാവൽ ചെയ്യുന്ന ഒരു അടിപൊളി അമ്മച്ചി. ഞാൻ പിന്നെ സെക്സി അമ്മച്ചി. അപ്പൊ ചെമ്പകൊന്നല്ല, അതൊക്കെ മേലെ. അല്ല, നമുക്ക് എന്തായാലും നോക്കാല്ലേ അങ്ങനെ ഒരു ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇപ്പം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ നമുക്ക് അത് ഇവിടെ അതൊന്ന് നോക്കാം. നമ്മളൊക്കെ ഏജ്ഡ് ആകുമ്പോ എങ്ങനെ ഇരിക്കാന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം ശ്വേത ചേച്ചിയെ നമുക്ക് കാണാം. അയ്യോ അപ്പൊ വീണ്ടും മിസ് വേൾഡിൽ പോയി. അതെ, നല്ല രസം. വെരി ബ്യൂട്ടിഫുൾ. അല്ല, ഇത് ആരോഗ്യ സർട്ടിഫിക്കറ്റാണല്ലോ ചേച്ചി. അടുത്ത നോക്കിയാലോ എന്നാ നമുക്ക്. അടുത്ത ആരായിരിക്കും വരാൻ പോവാ? നോബി ചേട്ടനെയാണോ കാണണ്ടേ? നോബി അപ്പച്ചാ, അത് എവിടെ നല്ല ലുക്കാട്ടോ. അഖിലേട്ടന്റെ കണ്ണട നോബി ചേട്ടൻ എടുക്കും. പക്ഷെ നമുക്ക് നോക്കാം. അഖില ചിലപ്പോ ടച്ചിങ് വാങ്ങിക്കൊണ്ട് അഖിലിനെ പറഞ്ഞു വിട്ടിട്ട് അഖിൽ എന്നുള്ള അപ്പച്ചൻ കൊള്ളാം. പേര് നോക്കി, അപ്പച്ചന്റെ പേരെന്നാ? കൈ കണ്ടില്ലല്ലോ, അടിയിൽ ക്വാർട്ടർ ഇരിപ്പുണ്ട്. കൊള്ളാം. അപ്പൊ അടുത്ത ഇനി അമ്മച്ചിമാരിൽ ഏത് അമ്മച്ചിയാ വരാൻ പോകുന്നേന്നോ? ഡയാനെ, ലണ്ടൻ അന്ന് ഷോ ചെയ്യുവാ. എത്ര റിച്ച് ആണെങ്കിലും തലയില് ബോംബെ മുട്ടായി. സൗത്തിന്റെ ഞാൻ പോയായിരുന്നു കഴിഞ്ഞോട്ട്. അല്ല, ഇത് എവിടെയാന്ന് മനസ്സിലായോ? ലണ്ടനിൽ അപ്പോഴും ഷോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴും ഉദ്ഘാടനത്തിന്. കൊള്ളാം. ഗുഡ് ബൈ. എങ്കിൽ നമുക്ക് അടുത്ത നോക്കാം. കാസർഗോഡിന്റെ സ്വന്തം ശ്രീവിദ്യ എവിടെയായിരിക്കും? അതിലെ അത്ഭുതം അപ്പോഴും രാഹുലുണ്ട്. എവിടെയോ കണ്ട ഷുഗർ ഡാഡിയെ കിടക്കിരിക്കുന്നു. അല്ല, നമുക്ക് എലീനെ കാണണേ. എലീന എവിടെയായിരിക്കും? എലീന എന്ത് ചെയ്യുന്നുണ്ടാവും എന്ന് നമുക്ക് നോക്കാം. വന്നോ? എപ്പിസോഡ് 5001 ഇയർ 2075. Oh my God. നമുക്ക് എപ്പോഴും പണിയുണ്ടോ? എനിക്കുണ്ട്. കൊള്ളാല്ലേ? അപ്പൊ എന്തായാലും എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഡയന, ബിരിയാണി റെഡിയാണോ? ബിരിയാണി റെഡിയാണ്. എന്താ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഒരുപാട് ടാറ്റാ. അടുത്ത ദിവസം കാണാം. ബൈ.